ഹേ ഗായ്സ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഈ ഒരുങ്ങിക്കെട്ടിയത് എങ്ങടാ പോണേന്ന്. ഒന്നും പറയണ്ട. ചോറും കറിയും വെക്കാമെന്ന് പറഞ്ഞ അടുക്കളയിലോട്ട് കയറിയപ്പോഴാണ് അരിയും സവാളയും തീർന്നിരിക്കുന്ന കാര്യം ഓർത്തത്. കഴിഞ്ഞ ദിവസം സാധനം വാങ്ങിക്കാൻ പോയെങ്കിലും സവാളയൊക്കെ വെയിറ്റ് കൂടുതലുണ്ട്, അടുത്തുള്ള റവേന്ന് മേടിക്കാമെന്ന് കരുതി. അവിടെ നീ ചുമന്നുകൊണ്ട് വരണ്ടല്ലോ. അങ്ങനെ പിന്നെ റെഡിയായി റവയിലോട്ട് പോയി. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. നമ്മൾ നാട്ടിലെ പോലെ എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ പോലത്തെ പച്ചക്കറികളൊന്നും ഇവിടെ കിട്ടില്ല. അതൊക്കെ വാങ്ങണമെങ്കിൽ ഇന്ത്യൻ സ്റ്റോറിൽ പോകണം. ഇവിടെ അല്ലാതെയുള്ള ബേസിക് ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ കിട്ടും. ജർമ്മനിയിൽ പേര് കേട്ടിട്ടുള്ള രണ്ട് മെയിൻ സാധനങ്ങളാണ് ബ്രെഡും ബിയറും. പല തരത്തിലും പല ഷേപ്പിലും പല ടേസ്റ്റിലും കിട്ടുന്ന ബ്രെഡുകളുണ്ട്. ഏത് വേണമെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റുകൾ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ആൽക്കഹോളൊക്കെ തന്നെ സൂപ്പർ മാർക്കറ്റിൽ തന്നെ നമുക്ക് കിട്ടും. ഞാനതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്നാണല്ലോ. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ വന്നിവിടെ ഒരു ബെഞ്ച് കണ്ടപ്പോൾ ഇവിടെ അങ്ങിരുന്നു. ഇവിടെ നല്ല വെയിലുണ്ടായിരുന്നു. ഇവിടുത്തെ തണുപ്പത്ത് വെയിലൊക്കെ കൊള്ളുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഒരു സൺകിസ് മൊമെൻ്റൊക്കെ കിട്ടിയപ്പോൾ പയ്യെ അങ്ങോട്ട് വീട്ടിലോട്ട് വിട്ടാലോ എന്നിങ്ങനെ ആലോചിച്ചു. അങ്ങനെ വീട്ടിലോട്ട് തിരിച്ച് നടന്നപ്പോൾ കരുതി ഇനിയിപ്പോൾ വിൻ്ററിൻ്റെ പീക്ക് ടൈമൊക്കെ ആകുമ്പോൾ ഇവിടെ കാണുന്ന ഈ പച്ചപ്പൊക്കെ അങ്ങോട്ട് പോകുമല്ലോ എന്നിങ്ങനെ ആലോചിച്ചു. പിന്നെ ഒരു മരവിച്ച അവസ്ഥയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വീട്ടിലോട്ട് നടന്നു. ഇതിൻ്റെ ലോങ് വീഡിയോൻ്റെ പിന്നാലെ ഇടുന്നുണ്ട്, ബാക്കി അവിടെ കാണാം. അപ്പോൾ ചൂസ്.